ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് ഇന്നൊരു ദാൽ പാലക് അല്ലെങ്കിൽ പാലക് പരിപ്പ് കറി ഉണ്ടാക്കി നോക്കിയാലോ. പാലക് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ലീവ്സിൽ പെടുന്നതാണ് കേട്ടോ. നമ്മളെ ചീരയും മുരിങ്ങൻ്റെ ഇലയൊക്കെ പോലെ തന്നെ വരുന്നൊരു ഐറ്റം കേട്ടോ ഈ പാലക് എന്ന് പറയുന്നത്. ഒരുപാട് നല്ല നല്ല ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ ഈ പാലക്കിൻ്റെ ഇല എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാലക്കിൻ്റെ ഒരു പരിപ്പ് കറി കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് വെക്കാം. പിന്നെ 2 പച്ചമുളകും ഒരു സവാളയും ഒരു തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പരിപ്പ്. അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് നന്നായി കഴുകി സോക്ക് ചെയ്ത് വെക്കാം. ഇനി ഈ ഐറ്റംസൊക്കെ കൂടെ നമുക്ക് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്ത ഐറ്റംസും ഒക്കെ കൂടെ നമുക്ക് കുക്കറിലോട്ട് ഇടാം. ഒപ്പം കുറച്ച് കറിവേപ്പിലയും പിന്നെ പൊടികളായിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിൽ ഒരു 2 വിസിലാണ്ട് അടിച്ചെടുക്കുക. ഈ പരിപ്പ് ഒന്നായിട്ട് വേവട്ടെ. ഇതാണ് കേട്ടോ പാലക്കിൻ്റെ ഇല. ഇത് നന്നായി നമ്മൾ നോക്കി കഴുകി വൃത്തിയാക്കുക. നമ്മൾ ചീരയൊക്കെ അരിയുന്ന പോലെ ചെറുതാക്കി അരിയുക. എന്നിട്ട് പരിപ്പ് വെന്തതിന് ശേഷം നമ്മൾ ഇത് അതിലോട്ടിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഈ പാലക്കില്ലേ പെട്ടെന്ന് വേവ് കിട്ടോ. നമ്മുടെ ചീരയും മുരിങ്ങൻ്റെ ഇലയും വെക്കുന്ന പോലെ തന്നെയാണ്. അധിക ടൈമൊന്നുമില്ല വേവാൻ, പെട്ടെന്ന് റെഡി ആവും കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതായതിന് ശേഷം കുറച്ച് തേങ്ങ അരച്ചിട്ട് ആ പേസ്റ്റ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. ഇത് ചോറിൻ്റെ കൂടെ ഒരു നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇനി നമുക്ക് ഫൈനൽ സ്റ്റേജിലോട്ട് കിടക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുകും വേപ്പിൻ്റെ ഇലയും ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കാം. ഇപ്പം നമ്മളെ കറി റെഡിയാണ്. ഇനി നിങ്ങൾക്ക് പാലക്ക അല്ലെങ്കിൽ ഈ ചീരയോ അല്ലെങ്കിൽ മുരിങ്ങൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് ഈ റെസിപ്പി തന്നെ ട്രൈ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇല ഇല്ലാതെ വേണമെങ്കിലും ഇത് പരിപ്പ് കറിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഈ സെയിം റെസിപ്പി തന്നെ പരിപ്പ് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം ജസ്റ്റ് കടുകിട്ട് തൂമിച്ചിട്ട് കഴിക്കാം കേട്ടോ. അത് നല്ല അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്